എല്ലാവർക്കും നമസ്കാരം. ഞാനാണ് മലയാള അക്ഷരമാലയിലെ ആദ്യത്തെ അക്ഷരം ആ. ഏതക്ഷരമാണ്? ഏതക്ഷരം? ആഹാ, അത് കേൾക്കുമ്പോൾ തന്നെ മനസ്സിന് എന്തൊരു ആനന്ദം, അഭിമാനം. പിന്നൊരു കാര്യമുണ്ട്, നമ്മളെല്ലാം ജന്മം നൽകിയ അച്ഛനും അമ്മയുടെയും ആദ്യ അക്ഷരം ഏതാ? ആ. ഇതെല്ലാം പറയാൻ എനിക്ക് ഇവിടെ വന്ന് നിൽക്കാൻ പറ്റിയ അമൃത ടിവിയിലും ഉണ്ടൊരാ, സ്നേഹനിധിയായ അമൃതാനന്ദമയി അമ്മയിലും ഉണ്ട് 2 ആ. പിന്നെ അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ 2 അഖിലുമാരിലും ഉണ്ട്. അല്ല, അപ്പൊ നമുക്കൊന്നുമില്ലേ? ഉണ്ടല്ലോ. ഇവിടെ നിന്ന് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അറിവില്ലായ്മയിലും ഉണ്ട്. ഇല്ല, അതൊക്കെ പോട്ടെ. നമ്മളെ ഡയറക്ടർ അനൂജ് സാറിലും ഉണ്ട്. അനൂജ് സാർ എന്താ പറയുന്നേ? ആക്ഷൻ, അതിലും ഉണ്ട്. അപ്പൊ ആയെ കുറിച്ച് പറയാൻ നിന്ന് കഴിഞ്ഞാൽ അസ്തമിച്ചാലും അവസാനിക്കത്തില്ല. അത്രയ്ക്കുണ്ട് ആയുടെ പുരാണം കേട്ടോ. അമ്മില്ലേ അമ്മില്ലേ, മലയാള വാക്കിൽ അമ്മില്ലേ. ആരാ സമരം ചെയ്യണം? സമരം ആരാ? അത് ഞാനാടാ. അമ്മ. അമ്മില്ലേ അമ്മില്ലേ, മലയാള വാക്കിൽ അമ്മില്ലേ. 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 ഒന്ന് നിർത്താമോ? നീ വിഷമിച്ച് സമരം ചെയ്യുവാണോ ആനന്ദിച്ച് സമരം ചെയ്യുവാണോ? അല്ലല്ല, എൻട്രി പഞ്ച് വിഷമിച്ചു വന്ന അത് പോവൂലേ, അതുകൊണ്ട് പഞ്ചിന് വേണ്ടി ഞാൻ അടിച്ചു പൊളിച്ചു വന്നത്. പക്ഷെ വിഷമം തന്നെയാണ്. എന്തിനാ നിനക്ക് ഇത്ര വിഷമം? മലയാള ഭാഷയിൽ ഇത്രയും അക്ഷരം ഉണ്ടായിട്ടും ഈ അമ്മ എന്ന അക്ഷരം എവിടെയാ ഉപയോഗിക്കുന്നത്? ആകെ ഒരു സ്ഥലത്ത് ഉപയോഗിക്കുന്നുണ്ട്. എവിടാ? അംബുജം. വേറെ ഉപയോഗിക്കുന്നുണ്ട്. എവിടെ? അംബുജം നടന്നു, അംബുജം ഇരുന്നു, അംബുജം ചിരിച്ചു, അംബുജം കഴിച്ചു. ഇനി വേണമെങ്കിൽ പറഞ്ഞു. അതൊക്കെ ആ ഒരൊറ്റ അംബുജല്ലേ? ശരിയാണ്, ഒരു ഒറ്റ അംബുജത്തിന് വെച്ച് കളിക്കുവാണല്ലേ? അതെ. അല്ലെങ്കിൽ എന്നെ സമാധാനിപ്പിക്കാൻ. എത്രയൊക്കെ വിഷമം പറഞ്ഞാലും നമ്മൾ എന്ത് കഷ്ടപ്പെട്ടു എന്തെല്ലാം ജോലി ചെയ്താലും നിന്റെ ഒരു വാക്ക് കേൾക്കുന്ന ഒരു സാധനം കിട്ടുമ്പോൾ നമുക്ക് സന്തോഷം വരും. അതേത് വാക്ക്? ശമ്പളം. അതിലായില്ല, ഈ 0 മാത്രമേ ഉള്ളൂ. 0 കൂടുമ്പോഴാണ് ശമ്പളം കൂടുന്നത്. 0 കൂടുമ്പോഴാണ് ശമ്പളം കൂടുന്നതെന്ന്. അത് ശരിയല്ലേ? അത് മാത്രമല്ല, മലയാള സിനിമയിൽ ഒരു നടൻ ഉണ്ടായിരുന്നേ, സ്ഥാനത്തും അസ്ഥാനത്തും ഒക്കെ നിന്നെ ചേർത്ത് പുള്ളി ഒരുപാട് നിനക്ക് പ്രൊമോഷൻ തന്നിട്ടുണ്ട്. അതാര്? പുള്ളി ഇപ്പൊ നമ്മളെ വിട്ടു പോയി. കലിംഗ ശശി. അത് കറക്റ്റ്, അത് അമ്മിന്റെ ആളാണ്. അത് കറക്റ്റ് ആണ്. അല്ലെങ്കിൽ അതെ, എന്തുവാടാ വാക്കുകളിലെ അമ്മില്ല. കരച്ചില്ലെങ്കിൽ അമ്മ കുത്തി കേറ്റാന്ന് വിചാരിച്ചു. അല്ലല്ല, ശവത്തിലും അമ്മ ഉണ്ടെന്ന് പറഞ്ഞതാ. ശവത്തില് ഞാൻ സൈലന്റ് അല്ലേ? എടാ, എല്ലാരും ശവമാവുമ്പോഴാണ് സൈലന്റ് ആവുന്നത്. ഇതൊരു കാര്യമുണ്ട്, ഇവിടത്തെ മേക്കപ്പ് മാർക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ്. എന്താ? മീശ ഒട്ടിക്കാൻ നേരത്ത് അവര് എന്ന് പറയാൻ പറയും. പിന്നെ മീശ ഒട്ടിക്കണേ ഗം വേണം, അതിലും അമ്മുണ്ട്. മൊത്തത്തിൽ അമ്മുണ്ടല്ലേ? അതെ, ഞാനിപ്പോ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ആ കിടന്ന് കരയണ കണ്ട്. എന്തിനു കരഞ്ഞത്? അതെനിക്കറിയാൻ പാടില്ല, ഭയങ്കര കരച്ചില്. ഇനി അവളെ കരച്ചില് ഞാൻ കാണണോ? ചെയ്യാനാണ്, ഒരായി പോയില്ലേ. ജനിച്ചതാർക്കു വേണ്ടി അറിയില്ലല്ലോ, ജീവിപ്പതാർക്കു വേണ്ടി അറിയില്ലല്ലോ. ജനിച്ചതാർക്കു വേണ്ടി അറിയില്ലല്ലോ, ജീവിപ്പതാർക്കു വേണ്ടി അറിയില്ലല്ലോ. അല്ലല്ല, ഒന്ന് മാറി. അല്ല കുഞ്ഞേ, ഇത് നീ കരയുവാണോ നിന്റെ ക്യാരക്ടർ രജിസ്റ്റർ ചെയ്യുവാണോ? ക്യാരക്ടർ രജിസ്റ്റർ ചെയ്തിട്ട് എന്തോന്ന് ചെയ്യാൻ? 4, 3, 7 വാക്കുണ്ട്. 7 വാക്കാ? ഓ, ഋഷി ശൃംഗൻ, ഋതു, ഋതുഭേദം, ഋതുമതി, പിന്നെ ഋഗ്വേദം. ഇതിൽ കൂടുതൽ വേറെ ഏത് വാക്ക്? നീ സന്തോഷിക്ക്, നിനക്ക് 7 എണ്ണമെങ്കിലും ഉണ്ടല്ലോ. ഒറ്റ അംബുജം വെച്ച് കളിക്കണ പുള്ളിയാ.